അളവുകളൊക്കെ കൊടുക്കുന്നത് ദൈവം. ഒരുപക്ഷെ ഈ അളവുകൾക്കനുസരിച്ചിട്ട് പേടകം പണിയുന്ന ഈ മനുഷ്യനായിരിക്കണം അയാളുടെ കാലഘട്ടത്തിലെ ഏറ്റവും അപമാനിതനായ മനുഷ്യൻ, ഏറ്റവും പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരുന്ന മനുഷ്യൻ. സുവിശേഷ ജീവിതവുമായി ബന്ധപ്പെട്ടും അത് 101% ശരിയാണ്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. ഗൾഫിലെ ഓർത്തഡോക്സ് യുവജന സമൂഹത്തിൻ്റെ ഒരു ഒത്തുചേരലുണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. അതിനവർ തീമായിട്ടെടുത്തത് ഉൽപ്പത്തി 8:16, കം ഔട്ട് ഓഫ് ദി ആർക്ക്. അവനവൻ തഴുതിട്ട് സുരക്ഷിതമായിരിക്കുന്ന ആ പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. പലവിധ അർദ്ധസനികളുള്ള ആ വാക്കിനെ നല്ലൊരു മെഡിറ്റേഷനാക്കി മാറ്റാനായിട്ട് അതുമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചു. ഏതൊരു കാലത്തും ഏതൊരാളുടെയും മുമ്പിൽ മുഴങ്ങുന്ന ഒരു ക്ഷണമാണിത്, പുറത്തു വരിക. കാരണം നമുക്കറിയാം എന്തോ ഒരു സുരക്ഷിതത്വം ഈ അടച്ചിട്ട മുറികൾ തരുന്നുണ്ട്. ഉടനീളം വേദപുസ്തകത്തിൽ പല രീതിയിൽ ആ വാക്ക് മുഴങ്ങുന്നുണ്ട്, പുറത്തു വരിക. പുതിയ നിയമത്തിൽ അത് മുഴങ്ങുന്നത് നസ്രത്തിലെ യേശുവിൽ നിന്നാണ്. മരിച്ചുവെന്ന് വിചാരിച്ച, എന്നാൽ ഉറങ്ങുക എന്ന് മാത്രം യേശു ധൈര്യമായിട്ട് പറഞ്ഞ ഒരാളുടെ ശവകുടീരത്തിന് പുറത്ത് നിന്നുകൊണ്ട് യേശു ആ വാക്ക് പറയുന്നുണ്ട്, ലാസറേ പുറത്തു വരിക. പലതിനകത്തൊന്നും പുറത്തു വരാനാവില്ലെന്ന് നമ്മളിങ്ങനെ ധരിച്ചു വച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ച കണക്ക് ഒരുതരം ലേൺഡ് ഹെൽപ്ലെസ്നെസ്, ആ പദം നമുക്ക് അടുപ്പമുള്ളൊരു പറഞ്ഞതാണ്. ഇങ്ങനെ നിരന്തരം ചില നിസ്സഹായ സാഹചര്യങ്ങളിൽ പെട്ടുപെട്ട് ഒടുവിൽ അതല്ലാതെ തൻ്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ല, മറ്റൊരു പുറത്ത് കടക്കാനുള്ള സാധ്യതയില്ലെന്നൊക്കെ ഉള്ള ഒരു തോന്നലിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു പദമാണ് ഈ ലേൺഡ് ഹെൽപ്ലെസ് എന്ന് പറയുക. ഒക്കെ ഈ അടച്ചിട്ട മുറികളാണ്, അടച്ചിട്ട പെട്ടകങ്ങളാണ്. ഇതിനകത്തു നിന്നൊക്കെ പുറത്തു വരേണ്ട ആ ക്ഷണവും ബാധ്യതയുമൊക്കെ ആയിട്ടാണ് ഈ ഒരു വാക്കിനെ, ആ ഒരു ഒത്തുചേരൽ അവർ ധ്യാനിക്കാനായിട്ട് ശ്രദ്ധിച്ചത്. പഴയ നിയമത്തിൽ നിന്നാണ് ഈ ഭാഗം നമുക്കറിയാം. ഉൽപ്പത്തി 8-ാം അധ്യായമാണ് ഈ ഒരു പശ്ചാത്തലം. എന്താണ് ഈ പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള ഒരു അടുപ്പം എന്ന് വെറുതെ ഒന്ന് ഓർത്താൽ നല്ലതാണ്. പഴയ നിയമത്തെ നമ്മൾ പൊതുവെ പറയുന്നത് നിഴലെന്നാണ്. പുതിയ നിയമത്തെ നമ്മൾ വിളിക്കുന്ന വാക്ക് പൊരുളെന്നാണ്. അത്രയും സൂര്യനെ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് യേശുവിൻ്റെ നിഴൽ ഈ മുഴുവൻ പഴയ നിയമത്തിൻ്റെ താളുകളിലും വീണിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സാഹിത്യകൃതികളുമായിട്ട് ബന്ധപ്പെട്ട് പോലും അങ്ങനെ ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച മിക്കവാറും സാഹിത്യകൃതികളിൽ ഈ അറിഞ്ഞോ അറിയാതെയൊക്കെയുള്ള യേശുവിൻ്റെ നിഴൽ വന്ന് വീണ് കിടപ്പുണ്ട്. അടുത്തിടെ ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ തന്നെ പബ്ലിഷ് ചെയ്യപ്പെടുന്ന വളരെയേറെ ആദരവും സ്നേഹവുമുള്ള കവി വിജിത് തമ്പിയുടെ ഇതംബാരം എന്ന് പറഞ്ഞൊരു നോവൽ അദ്ദേഹം വായിക്കാനായിട്ട് തന്നു. 33 അധ്യായങ്ങളായിട്ടാണ് ആ പുസ്തകത്തെ വേർതിരിച്ചിരിക്കുന്നത്. 33 എന്ന് പറയുന്ന വാക്ക് പോലും എന്തൊരു മുഴക്കാ തരുന്നത്. അത് വായിച്ചു കഴിയുമ്പോൾ നിശ്ചയമായിട്ടും അതിനകത്ത് ഇങ്ങനെ യേശുവിൻ്റെ നിഴൽ വന്ന് വീണ് കിടക്കുന്ന പ്രകാശമുള്ള നിഴൽ, ആ വാക്ക് തന്നെ ഉപയോഗിക്കണം, ഇരുണ്ട നിഴലല്ല, പ്രകാശമുള്ള നിഴൽ. അതിങ്ങനെ പുതിയ നിയമത്തിൻ്റെ ഒരു സൂചന, നടപടി പുസ്തകത്തിലൊക്കെ ഉള്ള സൂചന. പത്രോസ് നടന്നു പോകുമ്പോൾ അവിടെ നിഴൽ കാത്ത മനുഷ്യർ കിടന്നിരുന്നു. അതിങ്ങനെ ഇരുട്ടല്ലോ, വെളിച്ചമുള്ള നിഴല. ആ വെളിച്ചമുള്ള നിഴൽ വന്ന ആ പുസ്തകത്തിൽ പരന്നു കിടക്കുന്ന കണ്ട് വലിയ സന്തോഷവും ഹർഷവുമൊക്കെ അനുഭവപ്പെട്ടു. എനിക്കൊന്നും എല്ലാ വിശ്വോത്തര കൃതികൾക്കകത്തും അങ്ങനെ അവിടുത്തെ ഒരു നിഴൽ കിടപ്പുണ്ട്. അത് ഏതെടുത്താലും ചെറിയ പ്രായത്തിൽ പോലും അത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചൊരു കഥയാണ് ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന കഥ. എല്ലാവരും ഇങ്ങനെ പനിച്ചും ആ ഒരു പകർച്ചവ്യാധിയുടെ ഒക്കെ ഒരു കാലത്തിനകത്ത് ഒരു ചിത്രകാരന്മാരുടെ കോളനിയിൽ ഒരുമിച്ച് പാർക്കുന്ന 2 സ്ത്രീകളാണ്. അവൾക്ക് ഏതാണ്ട് ഉറപ്പാണ് ഈ ഒരു ശൈത്യകാലത്തിന് ശേഷം താൻ കടന്നു പോകുമ്പോൾ. അവൾ അത്രയും രോഗബാധിതയാണ്. അവളെല്ലാ പ്രഭാതത്തിലും ചെയ്യുന്ന ഒറ്റ കാര്യം മാത്രമാണ് ഇങ്ങനെ ജാലകം തുറന്നിട്ട് ഈ പുറത്തൊരു വിഷമുണ്ട്, ആ വിഷത്തിലെ ഇലകളെ എണ്ണാന്നുള്ള. കാറ്റിൽ അവസാനത്തെ ഇലയും കൊഴിഞ്ഞു പോകുന്ന ആ ദിവസം
താൻ കടന്നു പോകുമെന്ന് അവൾ സ്വയമേ അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ കൂട്ടുകാരിക്കിത് വലിയ പേടിയായി. കാരണം അത് അവളുടെ ഒരു ഇച്ഛാശക്തിയെ മൊറാലെയൊക്കെ തളർത്തുമെന്നും തകർക്കുമെന്നും ഒക്കെ അവൾക്കറിയാമായിരുന്നു. അങ്ങനെ നന്നായിട്ട് കാറ്റ് പെയ്ത ഒരു ദിവസം അവസാനത്തെ ഒരു ഇല ഇനിയും അതിനകത്ത് നിൽപ്പുണ്ട്. അത് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവുമെന്നൊക്കെ ഓർത്ത് ഇവള് ഈ ജാലകം തുറക്കുമ്പോൾ ഒരു ഇല, നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഇല ഇപ്പോഴും അതേ വിഷത്തിലിരിപ്പുണ്ട്. പിന്നീടുള്ള പുലരികളിലും എല്ലാ പ്രഭാതത്തിലും അവൾ ഈ വിഷത്തെ നോക്കുന്നു. ഈ ഇലയ്ക്ക് കാര്യമായൊരു മാറ്റം ഉണ്ടായിട്ടില്ല. എല്ലാ കാറ്റിനെയും തോൽപ്പിച്ചുകൊണ്ട് അതവിടെ ഇങ്ങനെ കൊഴിയാതെ നിൽപ്പുണ്ട്. ഇത് ഈ സ്ത്രീയുടെ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കുന്നു. അവളുടെ ആ ഒരു രോഗത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നു. പക്ഷെ അതിനിടയിൽ അതേ കോളനിയിലെ ഒരു വയോധികനായ ചിത്രകാരൻ ഇങ്ങനെ ഈ പറഞ്ഞ രോഗം പിടിപെട്ടും ഒക്കെ കടന്നു പോവുകയാണ്. അത് വല്ലാതെ തണുത്തുറഞ്ഞു പോയ ഒരു സംഭവമുണ്ടായിരുന്നു ആ രോഗാവസ്ഥയുടെ പിന്നിൽ. അത് ഈ പെൺകുട്ടിക്ക് വേണ്ടി അയാൾ ഈ വിഷത്തിൽ ഒരു ഇല വരച്ചു കൊടുത്ത രാത്രിയിലായിരുന്നു. അതായിരുന്നു അയാളുടെ മാസ്റ്റർ പീസ്. അയാൾ വരച്ച ഇലയാണ് ഇപ്പോൾ എല്ലാ കാറ്റിനെയും ഇങ്ങനെ എതിരായി പുഞ്ചിരിച്ചുകൊണ്ട് ഇച്ഛാശക്തിയുടെ പ്രതീകമായിട്ട് ആ മരച്ചിലയിൽ പറ്റി നിൽക്കുന്നത്. ഈ കഥ ഫ്രെഡിനിക്ക് പഠിച്ചതാണ്. പക്ഷേ കാര്യമായിട്ടിങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും യേശു കേന്ദ്രിതമായിട്ട് ചിന്തിക്കണം എന്നുള്ള ബാധ്യതയോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമില്ലാത്ത ആ കാലത്തിൽ പോലും ചെറിയ കുട്ടിയെന്ന നിലയിൽ പോലും ഉള്ളിലേക്ക് വരുന്നത് ഈ കടന്നുപോയ മനുഷ്യൻ, അയാളുടെ ഈ മാസ്റ്റർ പീസ്. ആ കഥയുടെ പേര് തന്നെ ദ ലാസ്റ്റ് ലീഫ് എന്നാണ്. അയാൾ വരച്ച ആ ഒടുവിലത്തില. ആ ഒടുവിലത്തില എന്ന് പറഞ്ഞ വാക്ക് പിന്നീട് ഹോപ്പിൻ്റെ പ്രതീകമായിട്ട് മാറുകയാണ്. ഒരു ചെറിയൊരു കോളം ഇങ്ങനെ ഗ്രീഷ്മാസിൽ ആരംഭിക്കുമ്പോൾ ആ കോളത്തിന് നമ്മൾ കൊടുത്ത ടൈറ്റിൽ തന്നെ അവർ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്, ലാസ്റ്റ് ലീഫ്. പ്രതീക്ഷയാണ്. ഇതിനകത്ത് നിശ്ചയമായിട്ടും ഈ കടന്നുപോയ മനുഷ്യനിൽ യേശുവിൻ്റെ നിഴലില്ലേ. ഒ വിജയൻ്റെ കടൽത്തിരുത്ത് വായിക്കുമ്പോൾ അത് നന്നായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വെള്ളയ്യപ്പൻ ആ ദിവസം തൂക്കിലേറ്റപ്പെടുന്ന മകനെ തേടി പുലരിയിലെത്തുകയാണ്. അപ്പം അതിനിടയിൽ ഈ അച്ഛനും മോനും തമ്മിൽ ഒന്നോ രണ്ടോ വാക്കുകളുടെ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. അത് ചോദിക്കുന്ന ഇതാണ്, മോനെ നീ ഇത് ചെയ്തോ? അപ്പം എനിക്കറിയില്ല. എന്തൊരു നിസ്സഹായതയുടെ വാക്കാണ്. ചെയ്തില്ലോ അറിയില്ല. വല്ലാത്തൊരു കഥയാണ് അത്. പക്ഷെ ആ ഒരു നിസ്സഹായതയുടെ വാക്കിനകത്ത്, ആ നിഷ്കളങ്കമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ചെറുപ്പക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൃത്യമായിട്ട് യേശുവിൻ്റെ ധ്വനികളുള്ളതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, മനുഷ്യൻ്റെ ഹൃദയത്തെ സ്പർശിച്ച നിലനിൽക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കരുതുന്ന എല്ലാത്തിനകത്തും എവിടെയോ അവിടുത്തെ സൂചനകൾ കിടപ്പുണ്ട്. കാരണം അത്രയും മാത്രം മനുഷ്യബോധത്തെ കീഴ്പ്പെടുത്തിയ ഒരു പേരിൻ്റെ പേരാണ് യേശു. അതിങ്ങനെ ഒരു മതപരമായ ഒരു ശാഠ്യമെന്ന നിലയിലല്ല ഈ പറയുന്നത്. മനുഷ്യന് എത്തിച്ചേരാവുന്ന ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും നല്ല പരിണാമത്തിൻ്റെ പേരായിട്ടാണ് യേശു. ഒരു ബെഞ്ച് മാർക്ക് നിലയിൽ യേശുവിനെ പരിചയപ്പെടുമ്പോഴാണ്. അതിങ്ങനെ ഒരു മതസൂചനയുള്ള വിചാരമല്ല. ഭേദപ്പെട്ട മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നതിന് ലോകത്ത് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല മെറ്റഫറുകളിലൊന്ന് യേശുവിനെ കണക്കൊരു മനുഷ്യനായിരിക്കുക എന്നുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വെളിച്ചത്തോട് ചേർന്ന് നിന്നിരുന്ന ഈ മനുഷ്യൻ്റെ നിഴൽ ഈ പഴയ നിയമം പുസ്തകത്തിൽ ഉടനീളം വീട്ടുണ്ടെന്നാണ് പറയുക. അത് ഏതൊരു കഥാപാത്രത്തിനകത്തുണ്ട്. ചെറിയ പ്രായത്തിലൊക്കെ എൻ്റെ ഒരു ആശങ്കയെന്ന് പറയുന്നത്, എന്തിനാണ് ഈ സാംസൻ്റെയും ദിലിൻ്റെയൊക്കെ കഥ ഈ പറഞ്ഞ പുസ്തകത്തിനകത്ത് വരുന്നത്? സാംസൺ ദിൽ എന്നൊക്കെ പറയുന്നത് ഒരു കുട്ടികളുടെ അമർചിത്രതയ്ക്ക് മാത്രം വിഷയമാവേണ്ട വിധത്തിൽ ഒരു കഥ മാത്രമാണ്. പക്ഷെ പിന്നീട് അതിൻ്റെ പൊരുളിങ്ങനെ വായിച്ചെടുക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ കണക്ക് ഈ നിഴലിൻ്റെ പൊരുൾ വായിച്ചെടുക്കുമ്പോൾ അത് വളരെ ഹൃദയസ്പർശിയായൊരു ടെസ്റ്റാണ്. എന്താ സാംസൺ എന്ന് പറയുന്നത് വളരെയേറെ ബലമുള്ളൊരു മനുഷ്യനാണ്. ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ശക്തിയുള്ളൊരു മനുഷ്യനാണ്. ഏത് നിമിഷം തൊട്ടാണ് ഇങ്ങനെ ഈ പറഞ്ഞ ശക്തിയൊക്കെ ചോർന്നു പോകുന്നത്? ഏത് നിമിഷം തൊട്ടാണ് അയാൾ വൾണറബിൾ ആവുന്നത്? ഏത് നിമിഷം തൊട്ടാണ് അയാൾ ദുർബലനാവുന്നത്? അത് ഏതോ ദിവസം അയാളുടെ ആ ശക്തിയുടെ രഹസ്യം പറഞ്ഞു കൊടുത്തു. ആ നിമിഷം തൊട്ട് ഒരു ചണനാര് കൊണ്ടുപോലും കെട്ടാൻ പറ്റുന്ന വിധത്തിൽ അയാൾ ദുർബലനായൊരു മനുഷ്യനായി മാറുന്നുണ്ട്. അയാൾ ദലീലിലൂടെയാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഇത് മനുഷ്യാവതാരത്തിൻ്റെ കഥ തന്നെയാണ്. ദൈവം
ദുർബലനാകുന്നത് ഏത് നിമിഷം തൊട്ടാണ്? അയാൾ തൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന ആ നിമിഷം തൊട്ടാണ്. അസൽ മനുഷ്യാവതാരം എന്ന് പറയുന്നത് സ്വന്തം രഹസ്യം ഇങ്ങനെ വെളിപ്പെടുത്തി ഒരാൾ ദുർബലനായതിൻ്റെ കഥയാണ്. ആ രീതിയിൽ എല്ലാ ബൈബിൾ കഥാപാത്രങ്ങളെയും വ്യാഖ്യാനിക്കുന്ന ഒരു രീതി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ സഭയുടെ പാരമ്പര്യത്തിലുണ്ടായിരുന്നു. എല്ലാവരിലുമുണ്ട്. ജോസഫ് എന്ന് പറയുന്ന ആരാണ്? പഴയ നിയമത്തിലെ ജോസഫ് ഇങ്ങനെ അടിമുടി ഇങ്ങനെ ചതിക്കപ്പെട്ട അടിമുടി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യൻ നിലയിലല്ലേ. അപ്പോൾ എന്തിനകത്തും അങ്ങനെ ചില സൂചനകളുണ്ട്. നോഹയിൽ ആ സൂചന വരുന്നത് യേശുവിൻ്റെ ജീവിതക്രമവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സുവിശേഷ ജീവിതവുമായി ബന്ധപ്പെട്ട അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ആ നോഹയുടെ കഥ ഇന്ന് നമ്മുടെ വായനയിൽ പ്രസക്തമാകുന്നത്. നമുക്കറിയാം, കഥയൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ഒരു മരുഭൂമിയിലിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു ആർക്ക് പണിയുക, ഒരു പേടകം പണിയുക. ഒരു മഴയോ ഒരു പുഴയോ ഒരു വെള്ളപ്പെയ്ത്തോ അല്ലെങ്കിൽ ഒരു പ്രളയത്തിനോ ഒന്നും ഒരു സാധ്യതയുമില്ലാത്ത ഒരു ദേശത്തിരുന്നു കൊണ്ട് ഒരാൾ ഒരു പെട്ടകം പണിയുക. ആ പെട്ടകത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്ന ആരാണ്? ദൈവം. ഈ ദൈവം നിശ്ചയിക്കുന്ന അളവുകൾക്കനുസരിച്ച് ജീവിതത്തെ പുനർനിർവചിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, റീവിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നതിന് വിളിക്കുന്ന വാക്കാണ് സുവിശേഷ ജീവിതം. നമുക്ക് രണ്ട് തരം ജീവിതമുണ്ട്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതവും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന വളരെ പ്രകാശമുള്ള കൃത്യമായ അളവുകളുള്ള ഒരു ജീവിതവും. ആ ജീവിതത്തിൻ്റെയൊക്കെ ഒരു മുൻസൂചനയായിട്ട് ഈ ഒരു നോഹയുടെ പെട്ടകത്തെ നന്നായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അളവുകളൊക്കെ കൊടുക്കുന്നത് ദൈവം. ഒരുപക്ഷെ ഈ അളവുകൾക്കനുസരിച്ചിട്ട് പേടകം പണിയുന്ന ഈ മനുഷ്യനായിരിക്കണം അയാളുടെ കാലഘട്ടത്തിലെ ഏറ്റവും അപമാനിതനായ മനുഷ്യൻ, ഏറ്റവും പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരുന്ന മനുഷ്യൻ. സുവിശേഷ ജീവിതവുമായി ബന്ധപ്പെട്ടും അത് 101% ശരിയാണ്. ആരൊക്കെയാണോ തങ്ങളുടെ കാലത്ത് സുവിശേഷനിണങ്ങിയ ഒരു ജീവിതം ജീവിക്കാൻ ശ്രമിക്കുന്നത്, സുവിശേഷ ജീവിതം എന്ന് പറയുന്നത് ആ പുതിയ നിയമത്തിൽ തച്ച് നൽകുന്ന അളവാണ്. പഴയ നിയമത്തിലെ അളവ് കണക്ക് ആ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അളവിൻ്റെ പേരാണ് സുവിശേഷ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം, അവിടുത്തെ തൊഴിലെന്ന് പറയുന്ന മരപ്പണിയാണ്. എല്ലാ പണിക്കും എന്തെങ്കിലുമൊക്കെ ഒരു കണക്കുകൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കണക്കുകളിലാണ് എല്ലാ തൊഴിലും നിലനിൽക്കുന്നത്. എന്നാൽ അങ്ങനെ അച്ചട്ട് ഒരു തരത്തിലും ഒരു വ്യത്യാസം പറ്റാത്ത, ഒരു അയോട്ട വ്യത്യാസം പോലും വരാത്ത അളവുകളുള്ള ഒരു പണിയുടെ പേരാണ് തച്ചപ്പണി എന്ന് പറയുക. എന്തെങ്കിലും ചെറിയൊരു വ്യതിയാനം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് വെച്ച് കൂട്ടിയ മേൽക്കൂര മുകളിൽ ചെല്ലുമ്പോൾ കൂടത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അല്ലെങ്കിൽ വാതിലിൻ്റെയൊക്കെ സാക്ഷി ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും കോംപ്രമൈസ് ഇല്ലാത്ത അളവുകളുള്ള ഒരു പണിയുടെ പേരാണ് ഈ തച്ചപ്പണി എന്ന് പറയുന്നത്. അത്രയും കാലം അവൻ തച്ചപ്പണിയിൽ ഏർപ്പെട്ടത് കൊണ്ടായിരിക്കണം അവൻ്റെ വാക്കുകൾക്ക് വളരെ കൃത്യതയുണ്ട്. ആ കൃത്യതയുള്ള വാക്കുകൾക്കിണങ്ങിയ മട്ടിൽ ഓരോരുത്തരുടെയും ജീവിതത്തെ പുനഃപരിശോധിക്കാനുള്ള ക്ഷണത്തിൻ്റെ പേരാ സുവിശേഷ ജീവിതം. അപ്പോൾ ഈ അളവുകൾക്കിണങ്ങിയ മറ്റുള്ളൊരാൾ ജീവിക്കാൻ തുടങ്ങുന്ന നിമിഷം തൊട്ട് അയാളുടെ കാലത്തിൽ അയാൾ എന്തൊക്കെയായിട്ടാണ് പരിഹസിക്കപ്പെടുന്നത്? ഇങ്ങനെ ധൈര്യമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ കാലത്തോടൊപ്പം ജീവിക്കാൻ പറ്റാത്ത ഒരാൾ, ഇങ്ങനെ ക്ലൗൺ ഓഫ് ദ സൊസൈറ്റി. ഏതൊരു സൊസൈറ്റിയും ചില കോമാളികളായിട്ടൊക്കെയാണ് ഇവർ നിർവചിക്കപ്പെടുക. എന്നാലും നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ ഒരു അപ്രതീക്ഷിത പ്രളയകാലത്ത് ഈ അളവുകൾ മാത്രമേ ഒരാളെ സഹായിക്കാനുള്ളൂ. യേശു ഈ റെഫർ ചെയ്യുന്ന പഴയ നിയമത്തിൽ വളരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അതിലൊന്ന് ഈ നോഹയുമായി ബന്ധപ്പെട്ടൊരു ഭാഗമാണ്. നോഹയുടെ കാലത്ത് മനുഷ്യർ കല്യാണം കഴിച്ചും കഴിപ്പിച്ചും ജീവിച്ചു. എന്തൊരു ആരോപണമാണത്! അല്ലെങ്കിൽ ഏത് കാലത്താണ് ഈ ആരോപണത്തിൽ നിന്ന് മനുഷ്യന് വഴുതിമാറി നടക്കാൻ പറ്റിയിട്ടുള്ളത്? എല്ലാ കാലത്തിൻ്റെയും എല്ലാ മനുഷ്യ സമൂഹത്തിൻ്റെയും ജീവിതത്തെ ഏറ്റവും ഡെറഗേറ്റീവായിട്ട് ചുരുക്കി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കല്യാണം കഴിച്ചും കഴിപ്പിച്ചും മാത്രം തീരുന്ന ജീവിതങ്ങൾ. ഓർത്താൽ അതാണ് അതിൻ്റെ ശരി. ഒരു ചെറിയ പ്രായം തൊട്ടേ നമ്മളിങ്ങനെ കുടുംബജീവിതത്തെക്കുറിച്ചാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുന്നതും പഠിക്കുന്നതും ആരോഗ്യന്മാരോ മിടുക്കന്മാരായിട്ട് നിലനിൽക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു 20കളുടെ ആദ്യം നമ്മുടെ വിവാഹം നടക്കുന്നു. പെൺകുട്ടിക്ക് ഒരു 20കളുടെ ആദ്യവും പുരുഷന് അയാളുടെ 20കളുടെ രണ്ടാം പാതിയിലും ഒരു പരിണയമുണ്ടാകുന്നു. പിന്നീട് ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. എന്താണത്? കൂടുതൽ പേർക്കും അതിനകത്തുനിന്ന് ചില തളിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ആ തളിർപ്പുകളെ നിലനിർത്താനാവുക, അവരെ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് എത്തിക്കാനാവാനുള്ള ശ്രമങ്ങളത്. അവർ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്
മിക്കവാറും പേർ അവരുടെ രണ്ടാം പാതിയിൽ ലക്ഷ്യമായിട്ട് എടുക്കുന്നത്. ചുരുക്കത്തിൽ 2 കല്യാണങ്ങൾക്കുള്ള ഒരു അരങ്ങായിട്ട് മാത്രം ജീവിതം മാറുന്നു. അതങ്ങനെ ആയിക്കൂടാ എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് യേശു ഉപയോഗിച്ച ഒരു റെഫറൻസാണ് ഈ നോഹയുടെ കഥ. നോഹയുടെ കാലം വരെ മനുഷ്യർ കല്യാണം കഴിപ്പിച്ചും ജീവിച്ചു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ചില ജീവിതമുണ്ട്, പരാർത്ഥതയിലേക്കുള്ള ജീവിതമുണ്ട്, താൻ പാർക്കുന്ന ലോകത്തെക്കുറിച്ച് ചില വ്യാകുലങ്ങൾ ആവശ്യമുണ്ട്, വേവലാതികൾ ആവശ്യമുണ്ടെന്നൊക്കെ ഉള്ളൊരു ക്ഷണത്തിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നൊരു ഭാഗമായത്. ഒടുവിൽ ആ പേടകത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ള ക്ഷണം. നമുക്കറിയാം, ഈ പേടകത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ പുറത്തു വരാത്ത ഒരു ജീവിതം വെറുതെ ഈ ഒരു കോഴിമുട്ടയ്ക്കകത്ത് അതിൻ്റെ ജീവൻ കുരുങ്ങുന്ന കണക്കാണ്. അതിന് കൃത്യമായൊരു ദിവസമുണ്ട്. ആ ദിവസത്തിന് ശേഷം 1 സെക്കൻഡ് വൈകിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് വേറെ തളിർപ്പുകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതിനകത്തുനിന്ന് നമ്മൾ ബുദ്ധിമുട്ടിലാക്കുന്ന, ഒരു പക്ഷേ നമ്മൾ ദുർഗന്ധപൂരിതമാക്കുന്ന എന്തോ ചിലത കാത്തിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ തഴുതിട്ട ഇടങ്ങളിൽ നിന്ന് പുറത്തു വരിക. ആ ഒരു ക്ഷണം ആരൊക്കെയാണോ, ഏതൊക്കെ പശ്ചാത്തലത്തിലാണോ ഇതൊക്കെ കേട്ടുകൊണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എല്ലാവർക്കും അവരവരായ രീതിയിൽ ചില തഴുതിട്ട് പോകുന്ന നേരങ്ങളുണ്ട്. അതിനകത്തുനിന്ന് പുറത്തു വരിക. നോഹ തന്നെ യേശുവിൻ്റെ ഭംഗിയുള്ള നിഴലാണ്. കാരണം ഇത്രയും ഇൻക്ലൂസീവായിട്ട് ഒരു മനുഷ്യൻ വേറെയില്ല. നോഹ ഈ പെട്ടകം പണിയുമ്പോൾ അയാൾ ശ്രദ്ധിച്ച ഒരേ ഒരു കാര്യം ഇതാണ്: ഒരു സ്പീഷ്യസും ഇങ്ങനെ നഷ്ടമാകാൻ പാടില്ല. സകലമാന ജീവജാലങ്ങളും ആ പറഞ്ഞ ആ ഒരു ആർക്കിനകത്ത് ഇടം കണ്ടെത്തി. അപ്പോൾ കുറേ കൂടി ഇൻക്ലൂസീവ് ആകുക എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഈ പുതിയ കാലത്തിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു പൊളിറ്റിക്കലായ ഒരു വിചാരം. നമ്മൾ പലയിടത്തും അത്തരം ഒരു തുറവി പുലർത്തിയിട്ടില്ല. നോഹയുടെ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെയും കൈപ്പിഴകളൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഏതിനകത്തുനിന്നും ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗമാണ് നമ്മുടെ വിചാരത്തിനും മെഡിറ്റേഷനുമായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വിചാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ കൊച്ചുവർത്താനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വെറുതെ 2 സൂചനകൾ ഒന്ന് കൂടി ആവർത്തിച്ച് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഈ പുറത്ത് കിടക്കുക. 2, ഇങ്ങനെ കുറേ കൂടി ഇൻക്ലൂസീവ് ആവുക. കുറേ കൂടി തുറവിയുള്ളൊരു ലോകം, കുറേ കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ലോകം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ഒരു പുതുവർഷത്തിൻ്റെയൊക്കെ ഒരു പൂമുഖത്ത് തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വായിച്ചു കേട്ടിട്ടില്ലേ, ഇങ്ങനെ 153 മത്സ്യം കുരുങ്ങിയിട്ടും പൊട്ടാത്തൊരു വല. അതൊക്കെ ഇങ്ങനെ യേശു അനുഭവിച്ച, യേശു പറയാൻ ശ്രമിക്കുന്ന ഹോൾനെസ്സിൻ്റെ പ്രതീകമൊക്കെ ആയിട്ടാണ് ബൈബിൾ പഠിക്കുന്നവരൊക്കെ പറയുന്നത്. പലതിനെയും പല കാലങ്ങളിലും നമ്മൾ നമ്മുടെ പുറത്താക്കി ഇങ്ങനെ അടച്ചുപോയി. എല്ലാവർക്കും ഉള്ളിൽ കുറേ കൂടി ഇടമുണ്ടാവട്ടെ. എല്ലാ പ്രളയത്തിന് ശേഷവും ഭൂമിയിൽ ഒരു മഴവില്ലുണ്ടാവും. ആ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അന്തരീക്ഷത്തിൽ ഒരു മഴവില്ലുണ്ടായി. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇനി മുതൽ മാനവരാശിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നാശമോ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല. അപ്പോൾ എന്തുമാത്രം പ്രളയകാലങ്ങളിൽ കടന്നു പോയാലും കുറേ കഴിയുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ ആ പ്രളയത്തിന് മീതിയായിട്ട് ഒരു മഴവില്ലുണ്ടാവും. അൾട്ടിമേറ്റ് ഹോപ്പിൻ്റെ പ്രതീകമായിട്ടാണ് ഇപ്പോഴും എല്ലാ സംസ്കാരങ്ങളിലും മഴവില്ല് വ്യാഖ്യാനിക്കപ്പെടുന്നത്. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.